അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ മുഖത്ത് മുഴുവൻ ഈ മസൂരിക്കല പോലെ കുരുവിങ്ങനെ കുനുകുനാന്നിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. കാരണം കല്യാണം വരണില്ല. അപ്പോൾ ഒരു അമ്മ എങ്ങ് കോട്ടയം കിഴക്കുന്ന ഒറ്റയ്ക്ക് 5 മണി രാത്രിക്ക് അവിടെ നിന്ന് പോകുന്നു, വെളുപ്പിന് അങ്ങോട്ട് നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തേച്ചും മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അമ്മ നിൻ്റെ മുഖം സുന്ദരമായിട്ടുണ്ട്, എൻ്റെ മകളുടെ മുഖവും നിൻ്റെ മുഖം പോലെ ആയിരിക്കണം, അവൾക്ക് കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞു. കാരണം ഈ മുഖം ഇങ്ങനെ മോശമായിരിക്കണേ, കല്യാണം നടക്കണില്ല, കുറേ കുത്ത് ഇങ്ങനെ പൊങ്ങി ഇരിക്കുക. ഈ കുരുവല്ല, ഇങ്ങനെ ഒരു തരം ഇങ്ങനെ പൊറ്റ പിടിച്ചിരിക്കണം, കുരു ഇങ്ങനെ ബലമുള്ള കുരുവാണ്, ഇങ്ങനെ എടുത്താൽ മാറ്റണില്ല. അപ്പോൾ അത് പോണില്ല. അപ്പോൾ അവൾ അത്രേ പറഞ്ഞോളൂ. അവിടംപടി തൈലം ഉപ്പും കൂടി ചേർത്ത് അതാ ഈ അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ മകൾ അമ്മയുടെ കൂടെ ഇല്ല, ഡൽഹിയിലോ എവിടെയോ ആണ്, അകലെ എവിടെയോ ആണ്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സംഭവം മൊത്തം പോയി. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്കത് മനസ്സിലായത്, എന്തും പറയാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. എന്തും പറയാവുന്ന, ഇപ്പോൾ ബ്ലീഡിങ് ആണെങ്കിൽ ഇപ്പോൾ 40 ദിവസമൊക്കെ നിൽക്കണ ബ്ലീഡിങ് അല്ലേ, സങ്കടം കൊണ്ട് ബസ്സിലിരുന്നൊക്കെയാണ് പറയണത്. ആ സമയത്ത് അത് തീരും, എല്ലാം കേൾക്കും, എന്തും പറയാൻ. ദൈവത്തിൻ്റെ സ്നേഹം അമ്മയായ അങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് താമസിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ബൈ പേഴ്സൺ വന്ന് നമ്മളെ സ്പർശിക്കുകയും ചെയ്യും. മക്കളെ, ഇത്രയും അനുഗ്രഹത്തിൻ്റെ വലിയ കാലത്ത് നിങ്ങൾ വിശുദ്ധരായില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എനിക്കൊരു സങ്കടം പോലെ പറയാനുള്ളത്. ഇത്രയും ഞാനും അച്ഛനായിട്ട് 32 കൊല്ലമായി. എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ 89 തുടങ്ങി കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങിയായിരുന്നില്ല. ഇത് രജിസ്ട്രേഷൻ തന്നെ 92-ലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്കാലങ്ങളിലെല്ലാം കേരളം മുഴുവൻ ധ്യാനിപ്പിച്ച ആളാണ്. ഇടവക വികാരി ആയതുകൊണ്ട് പുറത്തധികം പോകാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ 107 ജവമാല ജീവിത ദർശന ധ്യാനങ്ങൾ 107 എണ്ണം കണ്ണൂർ മുതൽ കുഞ്ഞുമംഗലം മുതൽ ഇവിടെ വിഴിഞ്ഞം വരെ നടത്തി, ഇടുക്കി വെള്ളിയാങ്കുടി വരെ നടത്തിയിട്ടുണ്ട്. 107 ഇടവകയിൽ നടത്തിയിട്ടുണ്ട്. ഉള്ള സമയത്താണ് ഇതൊക്കെ നടത്തിയിരിക്കണത്. ഉള്ള സമയത്ത് വികാരിയച്ഛനാണ്, ഉള്ള സമയത്ത് നടത്തും. കുറേ വഴക്കം അതിൻ്റെ പിന്നിൽ കേൾക്കുകയും ചെയ്യും. കുറേ സങ്കടം, ഇടവക്കാരും വഴക്കിടും. ചിലപ്പോൾ രൂപതയിൽ നിന്നൊക്കെ ചെറിയ ചെക്കുപിടുത്തമൊക്കെ വരും. പക്ഷേ നമുക്ക് ആരോടും അവരുടെ അവകാശങ്ങളും എൻ്റെ ഉത്തരവാദിത്വമാണ് ഇടവകയിലായിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തിനെ ഒപ്പിക്കണം, നാട്ടുകാരെ ഒപ്പിക്കണം, സഭയെ ഒപ്പിക്കണം, എങ്കിലും കുറേ ടെൻഷനും അടിക്കും, അങ്ങനെ കുറേ രോഗം പിടിക്കും. അപ്പം എങ്കിലും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമെല്ലാം കാണും മക്കളെ. അതാണ് സത്യം. നമ്മൾ ആർക്ക് വേണ്ടിയും ത്യാഗം അനുഭവിക്കണ പോലെ അല്ല ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കണത്. Why can't you suffer injustice? നിനക്കെന്തുകൊണ്ടാണ് അനീതി സഹിക്കാൻ പാലാത്തതെന്ന് മനുഷ്യനോട് ചോദിക്കേണ്ട ഒരേ ഒരു പുസ്തകമാണിത്. Why can't you suffer injustice? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിക്കാൻ പാടില്ലെന്ന്. ചിലർ വെള്ളപിടിക്കാരെ ഭർത്താക്കന്മാർ വന്നിട്ട്, അച്ഛാ എൻ്റെ മകൾ അയാൾ കൊലപിടിക്കണം അച്ഛാ. ഞാൻ പറഞ്ഞു, അവൾ നിങ്ങളോട് പരാതി പറഞ്ഞാൽ? അവളൊന്നും പറഞ്ഞില്ല, അവളെല്ലാം സഹിക്കണം. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അവളോട് പറ, കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല എന്ന് ആൾക്കാർ ചിലർ പറയും. കാര്യം കർത്താവിനെ സഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കണം. യേശുക്രിസ്തുവിനോട് സഹിച്ചവരെ കർത്താവിൻ്റെ കൂടെ നേടുവന്നല്ലേ, ചുമ്മാ അല്ലല്ലേ വെയിൽ കൊള്ളണത്. നമ്മൾ പാറ്റാപ്പിഴുക്കൊന്നും അല്ലല്ലോ, എള്ള ഉണങ്ങണത് തന്നെയാണ്. കർത്താവിൻ്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ എള്ളാണ്. അവന് എണ്ണ കിട്ടാൻ തന്നെയാണ് ഉണങ്ങണത്, കൃപ കിട്ടാൻ വേണ്ടിയാണ് ഉണങ്ങണത്. കർത്താവിൻ്റെ നാമത്തിൽ കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്തതിൻ കൃപമതിയേ, ശർദ്ദിപ്പാട്, കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്തതിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഉടമ്പടി ബൈ പേഴ്സൺ. നിൻ്റെ ഭർത്താവ് മദ്യപാനി ആയാലും നിൻ്റെ അയൽവാസി, ഇപ്പം മതിൽ കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞില്ലേ, 13 അടിയുള്ള മതിൽ കെട്ടിപ്പൊക്കിയെന്ന് ആ ഇടുക്കിക്കാരത്തിൽ സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്കവിടെ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക്? ആ സാക്ഷ്യം കേട്ടവർക്ക് മനസ്സിലാവും. അയൽവാസികൾ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ടു നടന്ന് വേട്ടയാടുകയാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല. നീ അമ്മയുടെ പേരിൽ ഉടമ്പടി ചെയ്തിരിക്കണത്. അമ്മക്കറിയാം നിന്നെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത്.
ആ സ്ഥലം മൊത്തം നിലവിലൊക്കെ വിറ്റുപോയിട്ട് അവർ അത് വിൽക്കാത്ത സ്ഥലമാണ്. വിൽക്കാത്ത സ്ഥലവും ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ജീവിക്കാത്ത സ്ഥലത്ത്, ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ എങ്ങനെ നയിക്കണമെന്ന് അമ്മയ്ക്കറിയാം. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇത്രയും കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യേണ്ടത്? ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തേയില്ല. ഉടമ്പടി ചെയ്താലും ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. അതറിയണം നമ്മൾ. എന്നാൽ മാത്രമേ എങ്ങനെ വരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്താലും വരത്തില്ല. എന്തിനാ അങ്ങനെ പറയണം? നിങ്ങളെ നിരാശപ്പെടുത്താൻ പറഞ്ഞില്ല. എന്തിനാണ്? പിന്നെ എന്ത് വകുപ്പിൽ ദൈവത്തെ വരുത്താൻ പറ്റും? ദൈവം എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിട്ടും നമ്മുടെ കൂടെ വരാത്തത്? 33:3 പുറപ്പാട് 33:3. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. എന്താ വരാത്തത്? ദുശാഠ്യം ഉണ്ടെങ്കിൽ വരത്തില്ല. ഉടമ്പടി ചെയ്താലും ദുശാഠ്യം നിലനിൽക്കണമെങ്കിൽ വരത്തില്ല. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ താല്പര്യങ്ങളാണ് ദുശാഠ്യം. ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ശാഠ്യങ്ങൾ. ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ഓരോ കാര്യങ്ങളില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിന് നിരക്കുന്നതാണോ? എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. അമ്മ നിനക്ക് ഉടമ്പടി തന്നു. ഉടമ്പടി ആ സ്ഥലം മേടിക്കാൻ തന്നു. അപ്പോഴൊരു മണ്ണുകാരൻ വന്ന് ചോദിച്ചു, ഭയങ്കര മണ്ണാണല്ലോ നിങ്ങളുടെ പറമ്പിൽ, ഇത്തിരി ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഈ മണ്ണ് എൻ്റെ ഇത് വിറ്റ JCB നിർത്തി ഈ മണ്ണ് വിൽക്കുകയാണെങ്കിൽ അത് കോരി വണ്ടിയിലിട്ട് ടിപ്പറിൽ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനുള്ള കാശ് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ തേക്കാട് സൈഡിലൊക്കെ മണ്ണിന് ഭയങ്കര വിലയാണ്. പള്ളിക്ക് തന്നെ കുറേ വാട കിടക്കുന്ന മണ്ണുണ്ട്, കൊടുക്കാതില്ല ഇപ്പോഴൊന്നോ. പള്ളിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കണില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ JCBക്കാരന് മണ്ണ് നമ്മുടെ പറമ്പ് വിൽക്കണേന് വല്ല അനുവാദം വേണം? പോലീസിൻ്റെ അനുവാദം വേണം, ജിയോളജിയുടെ അനുവാദം വേണം? അതല്ല, നമ്മുടെ ഒരു മുതൽ വിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൺസെൻ്റ് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മുതൽ നമുക്ക് വിൽക്കാമല്ലോ, ഇല്ലേ? പക്ഷെ നമ്മൾ വിൽക്കണ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ 5 സെൻറ്റാണ് വിൽക്കണത്. അതിന് മണ്ണ് തുരന്ന് നമ്മളൊരു 10-30 ടിപ്പറെ കയറ്റി വിടുകയാണ്. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അടുത്തുള്ള വീട്ടുകാരൻ്റെ നമ്മൾ കുഴിയെടുത്തില്ലേ? കുഴിയെടുത്തപ്പോഴുണ്ട് അടുത്തുള്ള വീട്ടുകാരൻ്റെ സ്ഥലം പൊങ്ങിയത് നമ്മുടെ താന്നമായില്ലേ? അപ്പോൾ ആ മണ്ണെല്ലാം ഇങ്ങോട്ട് ഇടിഞ്ഞ് നിൽക്കുകയും ചെയ്യും, അവൻ്റെ വീടിന് പൊട്ടൽ വീഴുകയും ചെയ്യും. അപ്പോൾ ദുഷ്ടബുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 10 ലോഡ് മണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്താ കാര്യം? 10 ലോഡ് എടുത്ത് മാറ്റിയാൽ മറ്റേ വീട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പിശുക്കന്മാർ 10 ലോഡ് മണ്ണ് പോയിട്ട് 10 കൊട്ട കൊടുക്കത്തില്ല. ഏത് ഉടമ്പടി എടുത്താലും അവിടെയാണ് പിടുത്തം വീഴുന്നത്. ഏത് ഉടമ്പടി എടുത്താലും ശരി, 10 ലോഡ് മണ്ണ് പോയിട്ട്, ഞാൻ എൻ്റെ പറമ്പില്ല, നിയമപരമായിട്ട് കുഴപ്പമില്ല, നിയമമല്ലല്ല പ്രശ്നം, നിയമത്തെക്കാൾ വലുതാണ് സ്നേഹമെന്ന് പറയണത്. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമാതാവിനും ഈശോയ്ക്കും അനന്തമായ നന്ദി. എൻ്റെ പേര് രജിത നാരായണൻ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ്. ഞാൻ
കഴിഞ്ഞ നവംബറിൽ 2024 നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനും ഒത്തിരി മുമ്പേ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ദിവസവും അവിടുത്തെ ചാപ്പലിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2003-2004 കാലഘട്ടം മുതൽ തന്നെ കൊന്തയൊക്കെ ജപിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ദിവ്യരഹസ്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമോ ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ കൊന്ത ജപിക്കുമായിരുന്നു. എല്ലാത്തിനും മാതാവിൻ്റെ സഹായവും കൂട്ടും എനിക്കുണ്ടായിരുന്നു. എൻ്റെ യാത്രകളിലും എൻ്റെ ജോലിയിലും ഇൻ്റർവ്യൂസിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ജോലിക്കുള്ള ഇൻ്റർവ്യൂസിലും എല്ലാത്തിലും മാതാവിൻ്റെ സഹായം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ജീവിതാനുഭവങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. മാതാവിനെ വിട്ടുപോയതല്ല, പക്ഷേ അന്നത്തെ ഒരു സങ്കടം കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ പോയതാണ്. കോവിഡ് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ എനിക്ക് കൃപാസനം മാതാവിൻ്റെ പേപ്പർ ലഭിച്ചു. ആ പത്രം ഞാൻ വീട്ടിലേക്ക്, അത് ഞാൻ ദിവസവും ഓഫീസിൽ പോയിട്ട് വന്നിറങ്ങുന്ന ഒരു കപ്പേളയുണ്ട്, കപ്പേളയുടെ സ്റ്റോപ്പാണ്. അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ കപ്പേളയിൽ നിന്ന് പത്രം ലഭിക്കും. ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അപ്പോഴും ഇങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഉടമ്പടിയെ, ആർക്കൊക്കെ ഉടമ്പടി എടുക്കാം, അതിന് ചിട്ടകൾ എന്തൊക്കെയാണ്, ആ വക കാര്യങ്ങളെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പം മാതാവിൻ്റെ കുറച്ച് സാക്ഷ്യങ്ങൾ, അതുപോലെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഞാനും എൻ്റെ അമ്മയും കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ കണ്ട് ആ പ്രാർത്ഥന നമ്മൾ ഫോളോ ചെയ്തു പോന്നു. ഇപ്പോൾ 2024 നവംബറിൽ ഉടമ്പടി എടുത്തെങ്കിലും അതിന് ഒരു വർഷം മുമ്പേ മുതലേ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഫോളോ ചെയ്തു പോന്നു. പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന മാത്രം ഈവനിങ് പ്രാർത്ഥിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ആശയപരമായ ഉടമ്പടി എന്നൊരിക്കൽ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ഫോളോ ചെയ്ത് പോന്നിരുന്നു. ഇവിടെ എല്ലാം പറ്റുമ്പോഴൊക്കെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം 2024 നവംബർ ആയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു ഉടമ്പടി എടുക്കേണ്ട പോലത്തെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു, ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ എന്നാൽ കൂട്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുവരാൻ തീരുമാനിച്ച ഞാൻ വീട്ടിൽ അനുവാദം ചോദിച്ചു, ഞാനും കൂടി ഉടമ്പടി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ സമ്മതിച്ചു. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം നടന്ന കുറേ കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾക്കാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു കാര്യം, ഉടമ്പടിയിൽ വെച്ചൊരു കാര്യത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയത് ഞാൻ ആദ്യം തുടങ്ങാം. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സാലറി, അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. അതിനുശേഷം എയർലൈൻ ഫീൽഡിലായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിലേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ ലേറ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് ഒരു ജോലി കിട്ടിയിട്ടാണ് വന്നത്. ഒരു ഡൊമസ്റ്റിക് എയർലൈൻ ആയിരുന്നു. പക്ഷേ ആ എയർലൈൻ ഒരു 6 മാസത്തിനുള്ളിൽ ക്ലോസ് ആയിപ്പോയി. പിന്നെ ഒരു 2 ഇയേഴ്സിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ ദൈവാനുഗ്രഹത്തിൽ കിട്ടി. പക്ഷേ അപ്പോഴും സാലറി എന്ന് പറയുന്നത് നോമിനലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആൾക്ക് ജോലിക്കും പൊസിഷനും റെപ്യൂട്ടേഷനും ഉണ്ട്, പക്ഷേ സാലറി വൈസ് വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമ്മൾ ഉടമ്പടിയിൽ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചു പോന്നു, പ്രാർത്ഥിച്ചു പോന്നു. ഞാൻ നവംബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ജാനുവരി ആയപ്പോഴേക്കും നമുക്ക് ഒരു അത്ഭുതം സംഭവിക്കുന്ന പോലെ, കാരണം ഒരു 5 വർഷത്തോളമായ ആ എയർലൈനിൽ കയറിയിട്ട്, പക്ഷേ എല്ലാ തവണയും പെർഫോമൻസ് വൈസ് നന്നായിട്ടുണ്ട്, പക്ഷേ സാലറി വരുമ്പം കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ജനുവരിയിൽ അവരുടെ HR ടീം കൊച്ചിയും ട്രിവാൻഡ്രവും വിസിറ്റ് ചെയ്തു. എല്ലാവർക്കും സാലറി ഹൈക്ക്, ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് എല്ലാവർക്കും കൊടുത്തു. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നതിൻ്റെ ഡബിളിനേക്കാളും കൂടുതൽ മാതാവ് അനുഗ്രഹിച്ച് സാലറി കൊടുത്തു. അപ്പോൾ അതൊരു വലിയ സാക്ഷ്യമാണ്. അത് അന്ന് മുതൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സാക്ഷ്യമാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട്. പിന്നെ ഉണ്ടായ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഒരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ സമയത്ത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിൽ കൂടി ആണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എല്ലാം ഭംഗിയായി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്തു. പിന്നെ സർജറിക്ക് ശേഷം ഉണ്ടായിരുന്ന കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് പോലെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ പ്രഷർ, ഷുഗറൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, അതുപോലെ
ഹാർട്ട് ബീറ്റ്, പൾസ് റേറ്റ് കുറയുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തത്, അല്ലാതെ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പൾസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അതുപോലെ സർജറിക്ക് ശേഷം അമ്മയുടെ മുഖത്തിന് ഇങ്ങനെ നീര് വന്നിട്ടുണ്ടായിരുന്നു. നീര് ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു 2-3 വട്ടം നീര് വന്നായിരുന്നു. അപ്പോൾ നമുക്കത് എന്താണ് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ അടുത്ത് പോകാനാണെങ്കിൽ അമ്മ കൂട്ടാക്കൊന്നുമില്ല. അവസാനം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ മാത്രം യൂസ് ചെയ്തിട്ട്, തൈലവും ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ട് അമ്മയുടെ മുഖത്തെ ആ നീരും മാറിക്കിട്ടി. 3 പ്രാവശ്യം വന്നു, പിന്നെ അതിനുശേഷം ഇതുവരെ വന്നിട്ടേ ഇല്ല അമ്മയ്ക്ക്. അതുപോലെ വേറൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡിന് ബാക്കിലൊരു ആബ്സസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഷൻ വേണം, സർജിക്കൽ പ്രൊസീജിയർ വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞൊരു കേസായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല. അത് മാത്രമല്ല, പിന്നീട് ഒരിക്കൽ അത് തന്നെത്താനെ അത് പൊട്ടിപ്പോയി. ഇപ്പം അത് ഒന്ന് ഹീലായിക്കൊണ്ടിരിക്കുന്ന, ആ മുറിവ് ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ ഒരു ഉപയോഗം, അതിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇനിയൊന്ന് പറയാനുള്ളത്, എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ അനുഗ്രഹമാണ്. അതൊരിക്കലും ഞാൻ നിയോഗമായിട്ട് പോലും വെച്ച ഒരു കാര്യമല്ല. ഞാൻ ഒരിക്കൽ മാത്രം അങ്ങനെ ഇടയ്ക്ക് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അതുപോലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച ഒരു കാര്യം. ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു ഗ്രേഡ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ഒരു റാങ്ക് ചേഞ്ച് കിട്ടാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ചും ഞങ്ങളുടെ ടീമിനും ഞങ്ങളുടെ ഓർഗനൈസേഷനിലും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പക്ഷേ എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരു സെയിം ഗ്രേഡിൽ 5 വർഷമൊക്കെ ആയിട്ട് ചേഞ്ചൊന്നും ഇല്ലാതെ നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ അവരൊന്നും കേപ്പബിൾ അല്ലാഞ്ഞിട്ടല്ല, അവർക്ക് കിട്ടുന്നില്ല. അത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരിക്കൽ എൻ്റെ മേശപ്പുറത്ത് തന്നെ മാതാവ് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന മേശപ്പുറത്ത് മാതാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു, മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാതാവ് വിചാരിച്ചാൽ എനിക്കത് കിട്ടും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ വന്നിട്ട് പറഞ്ഞു, എന്നെ പ്രൊമോഷൻ ഈ തവണ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സർപ്രൈസായിരുന്നു. അത് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നോട് ജോലി കിട്ടിയ കാലം മുതലേ പറയുമായിരുന്നു, നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണം എന്ന് പറയുമായിരുന്നു. അത് ഫോളോ ചെയ്തിട്ട് ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഒക്കേഷൻസിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തുടങ്ങിയത് പിന്നെ എനിക്ക് മാതാവ് ആ ഒരു സമയമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് എനിക്കൊരാളെ ആളെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ എനിക്ക് കാണിച്ചു തരും, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും രോഗികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ ഇതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാർക്കറ്റിൽ ആ ഭാഗത്തൊക്കെ പോയിട്ട് ഞാനും ഹസ്ബൻഡും ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ആവശ്യമുള്ളവർക്കൊക്കെ. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളുടെ അടുത്തുള്ള ചില എന്താ പറയുക, പ്രായമായ ആളുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, നമ്മളവിടെ പോയി അവരെ സന്ദർശിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഇന്ന് എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു വീക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാതാവ് എനിക്ക് കറക്റ്റായിട്ട് ആളെ മുന്നിൽ കൊണ്ട് തരാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൃത്യമായിട്ട് കൂടാറുണ്ട്. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്. ബൈബിൾ വായനയിലായിരുന്നു ഞാൻ ഇത്തിരി പുറമോട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. അതുപോലെ വൈകിട്ട് കൊന്ത ജപിക്കും കൃത്യമായിട്ട്. അതുപോലെ കിടക്കുന്നതിന് മുമ്പേ സായന പ്രാർത്ഥന എന്തായാലും ചൊല്ലിയിരിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. അതുപോലെ മുമ്പൊന്നും എനിക്ക് വചനം അങ്ങനെ മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോഴും കാര്യമായിട്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ അച്ഛൻ വ്യാഖ്യാനിച്ചു തരുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. ബൈബിളിൽ വായിക്കുമ്പോൾ ചില വചനങ്ങൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാറുണ്ട്. നമ്മളെ സഹായിക്കും കർത്താവ്, നമ്മളുടെ വലതുകരം പിടിച്ചിരിക്കും. ഏശയ്യ 41:13 പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നമ്മളുടെ വലതുകരം പിടിച്ച് നമ്മളെ കൈ പിടിച്ച് നടത്തും, നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ തന്നെ ഒരു ബുക്കുണ്ട് എനിക്ക്. അതിൽ ഞാൻ വചനമൊക്കെ എഴുതി വെക്കാറുണ്ട്. ഞാൻ നിരാശ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ആ ബുക്ക് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്.
അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ മുമ്പ് എനിക്ക് കൊന്തയൊന്നും ജപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞു പറയുമ്പോൾ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഞാൻ നെറ്റിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ദിവ്യരഹസ്യങ്ങളൊക്കെ ചൊല്ലി കൊന്ത ചൊല്ലാനൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അച്ഛൻ്റെ പ്രസംഗത്തിൽ കൂടെയും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെയും എനിക്ക് ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇതാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതചര്യയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഉടമ്പടി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനോടും കർത്താവിനോടും തേടുന്നു. അതുപോലെ ഇതുവരെ തന്നിട്ടുള്ള ഈ നിമിഷം വരെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും അതിനു മുൻപും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കർത്താവിനോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ആശ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങാല ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് 5/8/2023 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ കാരണം ഞാൻ OAT 6 പ്രാവശ്യം എഴുതി. 6 പ്രാവശ്യം എഴുതിയപ്പം ലിസണിങ് കിട്ടിയില്ല, ബാക്കി 3 കിട്ടി. എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. അച്ഛൻ ഒരു കാശ് രൂപം തരികയും ചെയ്തു. കാശ് രൂപം വെച്ച് എക്സാം എഴുതാൻ പോകണമെന്ന് പറയുകയും ചെയ്തു. എനിക്ക് ആ സമയത്ത് എക്സാമിന് പഠിക്കാൻ ഒട്ടും സമയം ഉണ്ടായില്ല. കാരണം എൻ്റെ മദർ ഇൻ ലോ സിക്കായിട്ട് ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് മദർ ഇൻ ലോ പാസ്ഡായി പോയി. അപ്പം എനിക്കൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ മാതാവിനെ പൂർണ്ണമായി സമർപ്പിച്ചു. എൻ്റെ എക്സാം ഞാൻ കാശ് രൂപവും അതുപോലെ അച്ഛൻ ഇവിടെ നിന്ന് തന്ന വെഞ്ചരിച്ച നേർച്ചവസ്തുക്കളായ ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. എക്സാമിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും കുറച്ച് ഉപ്പെടുത്ത് ഞാൻ എക്സാമിന് ടേബിളിൽ വിതറുകയും ചെയ്തു. എക്സാം തുടങ്ങി. എക്സാം എനിക്ക് നല്ല എളുപ്പം പോലെ തോന്നി. ആരോ ഒന്ന് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ മാതാവിന് പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആൻസർ പേപ്പർ തിരിച്ചു കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസണിങ്ങിന് B ഗ്രേഡ് നൽകി അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് എനിക്ക് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ക്യാപ്പിന് കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല. സമയഘടികാലത്തിൽ നെഞ്ചിത്താഴ്ത്തിയ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ജൂലൈക്ക് മുമ്പ് എനിക്കൊരു ഡേറ്റ് ഒരു കോളേജിൽ അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എന്നും ചൊല്ലി പ്രാർത്ഥിച്ചു. അതിന് ഫലമായി ന്യൂസിലൻഡിലെ പുതിയൊരു കോളേജ് ഓപ്പൺ ആകുകയും ജൂലൈ 28 എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ വെച്ച് ന്യൂസിലൻഡിൽ വെച്ച് ഒരു ജോബ് ഫെയർ ഉണ്ടായിരുന്നു. ഏകദേശം 5000-ഓളം പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ന്യൂസിലൻഡ് രജിസ്ട്രേഷനോ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. ജോബ് ഫെയറിന് പോകണമെങ്കിൽ ബയോഡാറ്റ നമുക്ക് മെയിൽ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ബയോഡാറ്റ ഞാൻ മെയിൽ അയക്കാൻ നേരത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ വെഞ്ചരിച്ച നേർച്ചവസ്തുക്കളായ ഉപ്പ് ഞാൻ കുറച്ചിട്ട് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ മെയിൽ അയച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷനും ഇല്ല, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും ഇല്ല, എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ വന്നവർ ഏകദേശം 5000-ഓളം പേരിൽ ഒരു 4000-ഓളം പേര് രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞവരാണ്. ഇനിയെല്ലാം ഞാൻ മാതാവിന് വിട്ടു വന്നിരിക്കുന്നു, മാതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്യാപ്പ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടിന് ഒരു റെഫറൻസ് ലെറ്റർ ചെന്നു. അപ്പോൾ അങ്ങനെ ആ കൊച്ചി എന്നോട് പറഞ്ഞു, ഒരു റെഫറൻസ് വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു, നഴ്സിംഗ് മാനേജറുടെ പേരും പറഞ്ഞു. അന്ന് മുതൽ ഞാൻ വിശുദ്ധ കുർബാനയിലെ നഴ്സിംഗ് മാനേജറുടെ പേരും ആ ഹോസ്പിറ്റലിൻ്റെ പേരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു. ഇവിടെ വന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി എനിക്ക് ഓഫർ ലെറ്റർ വരികയാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഇത് എവിടെ നിന്ന് വരുന്നതെന്നും എനിക്കറിയത്തില്ല. ആ ഓഫർ ലെറ്ററിലായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്, നീ ന്യൂസിലൻഡിൽ വെച്ച് ജോബ് ഫെയറിൽ അറ്റൻഡ് ചെയ്തില്ല, നിന്നെ ഗവൺമെൻറ് അവിടുത്തെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് എനിക്ക് ജോലി നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ ഈ 9-ാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. ഇത്രയൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഓരോ വീടുകളിലും കയറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു. കൂടാതെ അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഡെയിലി ബ്രെഡ്, സാക്ഷ്യങ്ങൾ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട്
ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 അനാഥാലയങ്ങളുണ്ട്. അവിടെ പോവുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും പൈസകളും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നെ സംബന്ധിച്ച് ആത്മീയമായി കുറേ വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത്.